Hello, this is Surya, a civil engineering student at Government Engineering College, Thrissur. അപ്പോൾ കുറേ ആയി ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ബട്ട് അതിനുള്ളൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. ബിടെക്കിൽ നമുക്ക് ഒരു സെമ്മ് മാക്സിമം 6 മാസം എന്നാണ് കണക്ക്. പക്ഷേ അത്ര പോലും നമുക്ക് ഡ്യൂറേഷൻ കിട്ടാറില്ല. ചിലപ്പോൾ 4 മാസത്തിൽ ഒരു സെമ്മ് തീരും, അല്ലെങ്കിൽ 3 മാസം 3.5 മാസം, അങ്ങനെ ഡിപ്പെൻസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സെമ്മിൻ്റെ ലാസ്റ്റത്തെ 2 ആഴ്ച നമുക്കില്ലാത്ത പ്രൊജക്ട്സ് ഇല്ല, അസൈൻമെൻറ്റ്, എന്ത് സെമിനാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ലാസ്റ്റായിരിക്കും നമുക്ക് ടീച്ചേഴ്സ് തരുന്നത്. ആൻഡ് അസൈൻമെൻറ്റ് തരും, ഇന്ന ഡേറ്റ് പറയും, അപ്പം തന്നെ വെക്കണം. അപ്പോൾ മൊത്തത്തിലൊരു ഓട്ടമായിരിക്കും. പോരാത്തതിന് അതിൻ്റെ കൂടെ ഇൻറ്റേർണൽ എക്സാംസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അവർക്ക് ആ ഇൻറ്റേർണൽ മാർക്സ് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ മൊത്തത്തിലൊരു റഷായിരിക്കും. പിന്നെ ഈ പ്രൊജക്റ്റും ലാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ റെക്കോർഡ് സൈൻ മേടിക്കാൻ ഓടാം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ നല്ലൊരു തിരക്ക് പിടിച്ചൊരു ടൈമാണ് അവസാനത്തെ 2 ആഴ്ച. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാബ് എക്സാംസ്, ഇൻറ്റേർണൽ ലാബ് എക്സാംസ് ഒക്കെ തുടങ്ങി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ CADൻ്റെ ലാബ് എക്സാം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ MT ലാബിൻ്റെ എക്സാമുണ്ട്. അപ്പോൾ MT ലാബിന് നമുക്ക് റഫ് റെക്കോർഡിൽ ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതി സൈനൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഫെയറിലേക്ക് എഴുതണം. സാധാരണ നമ്മൾ +1 +2 ചെയ്യുന്ന പോലെ. അങ്ങനെ റഫും ഫെയറും ഉണ്ട് ഇവിടെ. +1 ടൈമിലൊക്കെ +1 +2 10th ടൈമിലൊക്കെ നമുക്ക് ജസ്റ്റ് ഫെയർ മാത്രമല്ലേ. ഇവിടെ നമുക്ക് റഫ് എഴുതിയിട്ട് അത് സൈൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫെയറിലേക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റഫൊക്കെ വാങ്ങിച്ച് സൈൻ കിട്ടി, ഇനി അത് ഫെയറിലേക്ക് ആക്കാനുള്ളൊരു കടമ്പയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 12 എക്സ്പെരിമെൻറ്റോളം ഉണ്ട് MT ലാബിന് ഞങ്ങൾക്ക്. അപ്പോൾ ആ 12 എക്സ്പെരിമെൻറ്റും മിസ്സിൻ്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കഴിഞ്ഞു. ഇനി അത് നേരെ ഫെയറിലേക്ക് ആക്കണം. ഒത്തിരി ഗ്രാഫും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ഞാൻ പഠിക്കാനിരുന്നത് ഒരു 7:30 PM ആണ്. ആൻഡ് ഇത് അവസാനിച്ചത് ഒരു 3:34 AM. വെളുപ്പിനായപ്പോഴാണ് എനിക്ക് എഴുതി തീർന്നത്. അത്രയും കാര്യങ്ങളുണ്ട്. സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് എന്താ റെക്കോർഡ് റൈറ്റിംഗ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിടെക്കിൽ മെയിൻലി പഠിക്കാൻ ഇതൊക്കെ തന്നെയാണ്. ബിടെക്കിന് പഠിക്കുക എന്നുള്ളൊരു സംഭവമില്ല, മെയിൻലി നമുക്ക് അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. പഠിക്കൽ നമ്മൾ വരുന്നത് ടുവാർഡ്സ് ദി ആ ഒന്ന് നമ്മുടെ സീരിയസ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ 1 വീക്കാണ് നമ്മൾ പഠിക്കുക. പിന്നെയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെമ്മിൻ്റെ എല്ലാ ക്ലാസ്സസും കഴിഞ്ഞിട്ട് നമുക്കൊരു ഇന്നർ ടൈം പീരീഡ് തരും. അതായത് ചിലപ്പോൾ ഒരു 20 ദിവസം കിട്ടും, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് ബ്രേക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം നടത്തുള്ളൂ. ആ യൂണിവേഴ്സിറ്റീൻ്റെ ഇടയ്ക്കും 1-2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അതുവരെ നമ്മൾ ഈ പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് കാര്യങ്ങൾ, പിന്നെ കോളേജിലെ പ്രോഗ്രാംസും കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും ബിസി ആയിരിക്കും. പിന്നെ മനുഷ്യന്മാരല്ലേ, കോളേജൊക്കെ ഇട്ട് വന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോവും, നമ്മൾ അത്രയ്ക്കും ടയേർഡായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നല്ല ക്ഷീണമായിരിക്കും കോളേജ് ഇട്ട് വന്നു കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ പറ്റുന്നതൊക്കെ ചെയ്യും, എന്നിട്ട് പിന്നെ പോയി കിടന്നുറങ്ങുക, പിന്നെ വീണ്ടും രാവിലെ ക്ലാസ്സിന് എണീറ്റ് പോവുക. അങ്ങനൊരു മൊത്തത്തിലൊരു ഓട്ടം തന്നെയായിരിക്കും. നമ്മൾ സിനിമയിൽ കാണുന്നതാണോ കോളേജ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബന്ധമില്ല. ഇടയ്ക്ക് നമുക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് ഫ്രണ്ട്സായിട്ടും എല്ലാവരുമായിട്ട് ഉണ്ടാവും. അതല്ലാണ്ട് ഓഫ്കോഴ്സ് ഇത് നമ്മുടെ സ്കൂൾ ഡേയ്സിലുണ്ടായ പോലെ പഠിക്കുക കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കുക, ഇൻഡിപെൻഡൻ്റ് ആവുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ കമ്മിങ് ടു അവർ ടോപ്പിക്, ഞാൻ പറഞ്ഞു MT ലാബിൻ്റെ അത് ഫെയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര ലേറ്റ്, നാളെ രാവിലെ എന്തായാലും സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഫെയർ സൈൻ മേടിക്കണമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഗ്രാഫ് എല്ലാം എഴുതി വയ്ക്കാമെന്ന്. ഗ്രാഫൊക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു 1/2 കാര്യങ്ങളും അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ഇരുന്ന് 6 ഗ്രാഫെങ്ങാണ്ട് എനിക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. അതിൽ 6 ഗ്രാഫും ഞാൻ ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ബാക്കി റൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും എഴുതാമെന്ന് വിചാരിച്ചു. നമുക്ക് റഫ് റെക്കോർഡ് നമ്മൾ എല്ലാവരും പ്രൊസീജിയർ, എയിം കാര്യങ്ങളെല്ലാം എഴുതണം. ഫെയറിലേക്ക് വരുമ്പോൾ നമ്മൾ അത് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടാബുലർ കോളംസും കാര്യങ്ങളും മാത്രമേ അതിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ പണിയും നമുക്കുള്ള ആ ഒരു ബേർഡനും കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ. പക്ഷേ എല്ലാ ടീച്ചേഴ്സും ഫെയർ പ്രിൻ്റ് എടുക്കാനൊന്നും സമ്മതിക്കില്ല. ചില സബ്ജക്ട്സിന് നമുക്കത് അങ്ങനെ ആയിരിക്കും.
അല്ലാത്തത് നമ്മൾ എഴുതേണ്ടി വരും. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ റെക്കോർഡ് എഴുതണം. അവിടെ റഫും ഫെയറൊന്നുമില്ല, ഫെയർ മാത്രമായിട്ടായിരിക്കും നമുക്ക് റെക്കോർഡും കാര്യങ്ങളും. അടുത്ത സെമ്മിലേക്ക് വരുമ്പോൾ, അതായത് ടെസ്റ്റ് തൊട്ട് നമുക്ക് അത്യാവശ്യം പ്രിൻറ്റും കാര്യങ്ങളും മൊത്തം പ്രിൻ്റായിരിക്കും. പിന്നെ അങ്ങോട്ട് ഇതുവരെ അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ഗ്രാഫൊക്കെ എഴുതി അതൊക്കെ ഒട്ടിച്ച് ഫെയറിൽ പിന്നെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് എഴുതി. പിന്നെ ഇൻഫറൻസൊക്കെ ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്തു ഫെയറിൽ. അപ്പോൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഞാൻ അലക്കിയിട്ടു. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടാണ്, മൊത്തം കംപ്ലീറ്റ് തുറന്നിട്ടിട്ടാണ് നമ്മൾ രാത്രി ഇരിക്കുന്നത്. ഇവിടെ ചൂട് കാരണം കൊണ്ട് നമുക്ക് ഇരിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് അത്യാവശ്യം എഴുതി. പിന്നെ ബാക്കി വിരിച്ചിടാനുള്ളത്, അലക്കിയത് വിരിച്ചിടാനുള്ളതൊക്കെ പോയി വിരിച്ചിട്ട്, അത് കഴിഞ്ഞ് രാത്രി ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ 5 മണിയായപ്പോഴാണ്, വൈകിട്ട് 5 മണിക്കാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അത്രയും നേരം സ്ട്രെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വിശപ്പും വരും. പിന്നെ ഞാൻ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എൻ്റെ സൈഡിൽ വെച്ചിരുന്നു, അത് ഫുള്ളി ഫിൽഡ് ആക്കിയിട്ട്. കാരണം വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അത്രയും ഉറക്കം വരില്ല, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. ഒരു 1:30 വരെ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരുന്നായിരുന്നേ. പിന്നെ ഒരു 2 മണി ആയപ്പോഴേക്കും കണ്ണൊക്കെ തൂങ്ങി ആകെ ഒരുമാതിരിയായി. കാരണം തലേദിവസം വരെ വീട്ടിലായതുകൊണ്ട് അമ്മ അത്യാവശ്യം നേരത്തെയാണ് കിടന്നായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ടൈം ആയപ്പോഴേക്കും നല്ല ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ തൂങ്ങി ഇപ്പോൾ വീഴുമെന്നുള്ള അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞാൻ രണ്ടാമത് ഇരിക്കാൻ തുടങ്ങി എഴുതാൻ വേണ്ടി. അങ്ങനെ എഴുതി ഒരുവിധം എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഞാൻ ഫെയർ മുക്കാ ഭാഗമല്ല, ഓൾമോസ്റ്റ് എല്ലാം എഴുതി. ലാസ്റ്റത്തെ ഒരു എക്സ്പെരിമെൻ്റ് ഞങ്ങൾക്കത് കറക്റ്റ് ടീച്ചേഴ്സിനും അറിയില്ല, പിള്ളേർക്കാർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ അത് മാത്രം ഒന്ന് ജസ്റ്റ് പെയിൻറ്റിങ് ആയിട്ട് ഇട്ട്, അത് പിന്നെ കംപ്ലീറ്റ് ആക്കാമെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ എഴുതിയും കംപ്ലീറ്റ് ആക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് വേണമെന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പം അങ്ങനെയാണ് 3 മണി വരെ ഇരുന്ന്. വൈകുന്നേരം 7:30 തുടങ്ങിയിട്ട് വെളുപ്പിന് 3:34 ആയപ്പോൾ എൻ്റെ എഴുതി കഴിഞ്ഞ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒരിക്കലും ഇത്രയും വൈകി ഇരിക്കാൻ ആരോടും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ചില സിറ്റുവേഷനിൽ നമ്മൾ ഇരുന്നേ പറ്റൂ. അപ്പം അത്രയ്ക്കുള്ളൂ ഗൈസ്, ഞാൻ എല്ലാം എഴുതി തീർത്തു. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.